ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്റ്റഡി വ്ളോഗ് കെമിസ്ട്രി ആണ് കേട്ടോ. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം, എനിക്കിപ്പോൾ ട്യൂഷനിൽ ക്വാർട്ടർലി എക്സാം നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബയോളജി ആയിരുന്നു, അപ്പോൾ അതിൻ്റെ സ്റ്റഡി വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത എക്സാം കെമിസ്ട്രി ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റഡി വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അതിൻ്റെ മുമ്പ് നമുക്ക് എൻ്റെ ബയോളജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. അപ്പോൾ ഇതാണ് അവർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, പേടിക്കേണ്ട. കാരണം ഒന്ന് ബോട്ടണിയും ഒന്ന് സുവോളജിയും, പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ എൻട്രൻസ് എക്സാമും കൂടി അതിൻ്റെ കൂടെ നടത്തുന്നുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു പേപ്പറും കൂടി കൂട്ടിയിട്ടാണ് 3 പേപ്പർ വരുന്നത് കേട്ടോ. അപ്പോൾ 2.5 ഹവറാണ് എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. 1 മണിക്കൂർ ബോട്ടണിക്കും 1 മണിക്കൂർ സുവോളജിക്കും ആൻഡ് ലാസ്റ്റത്തെ ഹാഫ് ഹവർ നമ്മൾ എൻട്രൻസ് ചെയ്യാനാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പഠിച്ച് വന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഹവേഴ്സിൽ 1 ഹവർ ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ സ്പീഡിൽ എഴുതിയാൽ എക്സാം എഴുതി കഴിയാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻട്രൻസിൻ്റെ ഇത് നോക്കി, മീൻസ് എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ എക്സാം ഏകദേശം കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഞാനിങ്ങനെ എൻട്രൻസിൻ്റെ ഇതിങ്ങനെ നോക്കിയിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുള്ളൂ, നേരത്തെ ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഞാൻ എൻട്രൻസിൻ്റെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എൻ്റെ എൻട്രൻസിൻ്റെ ഞാൻ ശരിയിട്ട് പോയതൊന്നും നോക്കണ്ട. പിന്നെ ഞാൻ എൻട്രൻസിന് കൂടുതലായിട്ട് നോക്കിയിട്ടില്ലായിരുന്നു. ഈ എക്സാമിന് ഫസ്റ്റ് എക്സാമല്ലേ, അപ്പോൾ അടുത്ത എക്സാമിന് ശരിയാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അറിയണതൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അറിയണത് മാർക്ക് ചെയ്തതിലും തെറ്റുണ്ടാവാം. അപ്പം പിന്നെ കൂടുതൽ അറിയാത്തത് ഞാൻ ചെയ്യാനും നിന്നിട്ടില്ല, കാരണം നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കെമിസ്ട്രി പഠിക്കാനിരുന്നു. കെമിസ്ട്രിയിൽ ആദ്യം തന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും PYQs ഞാൻ നോക്കാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ HSS ലൈവിലാണ് ഞാൻ നോക്കാറുള്ളത് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കൈനറ്റിക്സ്, അതേപോലെ തന്നെ D&F ബ്ലോക്സ്, ആ ഒരു 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തിന്നലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2023-24 ഫസ്റ്റ് ക്വാർട്ടർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, ശരിക്കും എക്സാം നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അതാണ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററായ സൊല്യൂഷൻസ് പഠിക്കാനാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി എക്സാം കഴിഞ്ഞ ചാപ്റ്റേഴ്സാണ് സൊല്യൂഷൻസും D&F ബ്ലോക്കും കെമിക്കൽ കൈനറ്റിക്സും. ബട്ട് എനിക്ക് കെമിക്കൽ കൈനറ്റിക്സിൻ്റെ എക്സാം അവിടെ നിന്ന് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ലീവോ കാര്യങ്ങളോ അങ്ങനെ എന്തോ ആയിരുന്നു. സൊല്യൂഷൻസും D&F ബ്ലോക്കും എഴുതിയിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അന്ന് എഴുതിയപ്പോൾ. അപ്പോൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി 2 ചാപ്റ്റേഴ്സും, അപ്പോൾ ഒന്നും കൂടി നോക്കാനുണ്ട്. സൊല്യൂഷൻസും D&Fഉം കുഴപ്പമില്ല. പിന്നെ കെമിക്കൽ കൈനറ്റിക്സും ഒരു മീഡിയം ലെവലിൽ നിന്ന് പറയാം. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി കുറച്ച് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ പഠിക്കാണ്ട്, പിന്നെ കൂടുതൽ അറിയുന്നത് ലാസ്റ്റ് ആ തിയറി ബേസ്ഡ് കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ സൊല്യൂഷൻ്റെ ഓരോ പേജ് ബൈ പേജ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻസ് എനിക്ക് വായിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ എന്തെങ്കിലും പ്രോബ്ലം ചെയ്യണമെങ്കിൽ അത് ചെയ്യും, അതെങ്ങനെയാണെന്നുള്ളത് നോക്കും. അപ്പോൾ ആ ഫസ്റ്റ് ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഒരു റിസ്ക് എന്ന് പറയുന്നത് എനിക്ക് ഫോർമുലാസ് മറന്നു പോകുന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടും പിന്നെ എക്സാമിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴും ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ റഫ് നോട്ടിലേക്ക് ഒരു മീൻസ് എല്ലാ ഫോർമുലയും ഒന്ന് എഴുതിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സൊല്യൂഷൻസിലും പിന്നെ അങ്ങനത്തെ ഇതിലൊക്കെ കുറച്ച് ഫോർമുലാസേ വരുന്നുള്ളൂ. പിന്നെ വരുന്നത് കെമിക്കൽ കൈനറ്റിക്സിൽ വരുന്നുണ്ട്. പിന്നെ തീരെ ഇല്ലാത്തത് D&F ബ്ലോക്സിലാണ്. അതിൽ കൂടുതലും തിയറിയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇക്വേഷനായിട്ട് എഴുതാനുള്ളത് മീൻസ് ഇങ്ങനെ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആ സംഭവം എഴുതാനുള്ളത് ഇങ്ങനെ ഫോർമേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതിലൊക്കെയാണ് പിന്നെ ഇങ്ങനെ ഫൈൻഡ് ഫോർമേഷനൊക്കെ ആക്കിയിട്ട് ഇക്വേഷനായിട്ട് എഴുതാനുള്ളത്. എനിക്കിപ്പോൾ തേഴ്സ്ഡേ ആണ് കെമിസ്ട്രി എക്സാം വരുന്നത്. അപ്പോൾ അതിൽ D&F ബ്ലോക്കിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഞായറാഴ്ച കേട്ടോ. അപ്പോൾ ആ ചാപ്റ്റർ വലിയ കുഴപ്പമൊന്നുമില്ല. ഫോർമേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റും പൊട്ടാസ്യം പെർമാഗ്നേറ്റും ഒന്നും കൂടി നോക്കാനുണ്ട്. അതേപോലെ സൊല്യൂഷൻസും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ ഫോർമുലാസ് എഴുതിയെടുത്തു. ഇനി അടുത്തതായിട്ട് PYQs നോക്കണം കേട്ടോ. ആൻഡ് സൊല്യൂഷൻ്റെ PYQs ആണ് നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്.
സൊല്യൂഷൻ്റെ PYQs ഇതിൽ വരുന്നത് ഏകദേശം ഒരു 20 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ് ഹെൻറീസ് ലോ ആൻഡ് ഗിവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഫോമാണ്. ഹെൻറീസ് ലോ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ദ സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഓഫ് എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദ ഗ്യാസ്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ P = KH × Chi ആണ്. where P is partial pressure, Chi is the mole fraction and KH is the Henry's law constant. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ആണ്. ഹെൻറീസ് ലോ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസ് പഠിക്കേണ്ടതാണ്. ഹെൻറീസ് ലോൻ്റെ കൂടെ അത്യാവശ്യമായിട്ട് വരുന്നതാണ് ആപ്ലിക്കേഷൻസും. റോൾസ് ലോ, പിന്നെ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ, പിന്നെ അതിൻ്റെ എന്താ പറയുക പ്രോപ്പർട്ടീസ്, അതേപോലെ തന്നെ ഡീവിയേഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ട് ഏത് ടൈപ്പ് ഡീവിയേഷനാണ് അതിൽ വരിക എന്ന് ചോദിക്കും. പിന്നെ ചിലപ്പോൾ ഈ ഐഡിയൽ സൊല്യൂഷൻ, പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ്റെ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ്ലി ഡീവിയേറ്റഡിൻ്റെയും നെഗറ്റീവ്ലി ഡീവിയേറ്റഡിൻ്റെയും ഗ്രാഫൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിൽ ചെറിയ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ നൈറ്റ് എടുത്ത വീഡിയോ ആണ്. പിന്നെ അതിന് ഓവർ വോയിസ് കൊടുക്കാൻ എനിക്ക് വോയിസ് എടുത്ത് എത്തൂല. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞത് തന്നെ ഇൻക്ലൂഡ് ആക്കിയാണ്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും നോക്കാതിരിക്കുക. അങ്ങനെ അതും കഴിഞ്ഞപ്പോൾ സൊല്യൂഷൻ്റെ കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് പഠിക്കാതിരുന്നത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതും ആയ ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. അതും ഒരു ലെങ്തി ചാപ്റ്ററാണ്. കുറേ ഉണ്ട് പഠിക്കാൻ. ഒരു തല ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഇങ്ങനെ കിടന്ന് കറങ്ങും. അപ്പോൾ കുറേ ടൈം എടുത്തിട്ടുണ്ട്. ബട്ട് ഓവറോൾ മൊത്തം പഠിച്ചു കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല, എന്തൊക്കെയോ എവിടേക്കോ ഒരു തകരാറ് പോലെ ഉണ്ട്. അപ്പോൾ അന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ മോർണിംഗ് ഒന്നും കൂടി എടുത്ത് നോക്കണം. അപ്പോൾ പിന്നെ അതിൻ്റെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത് അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അതും കഴിഞ്ഞപ്പോൾ ഇനി അടുത്തത് ഇലക്ട്രോ കെമിസ്ട്രീൻ്റെ PYQs ചെയ്യാനാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇലക്ട്രോ കെമിസ്ട്രീൻ്റെ PYQs നോക്കിയാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാം. പിന്നെ ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ കാണാം കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് തിയറി പാർട്ട് വരുന്നുണ്ടല്ലോ, സെല്ലിൻ്റെ പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, ഫ്യൂവൽ സെല്ല്, പിന്നെ അതിൻ്റെ എക്സാമ്പിൾ, പിന്നെ അതൊക്കെ പഠിക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇങ്ങനെ ബാക്കി വരുന്നത് ഇങ്ങനെ ആനോഡ് സെല്ല്, കാഥോഡ് സെല്ല്, അതിൻ്റെ ഫസ്റ്റ് പാർട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ കെമിക്കൽ കൈനറ്റിക്സ് അവിടെ വെച്ചിട്ടുണ്ട്. കാരണം അതെനിക്ക് ഒന്നും കൂടി നോക്കണം. അതിലും 53 ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നുണ്ട്. ബട്ട് ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആണ് കേട്ടോ, അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ D&F ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ D&F ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 70-ലധികം, അത് ഒരു 72 ക്വസ്റ്റ്യൻസ് എങ്ങാനും വരുന്നുണ്ട്. ബട്ട് ഇതൊക്കെ കുറേയൊക്കെ റിപ്പീറ്റഡ് ആണെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് അല്ല. ബട്ട് ഞാൻ ഇതിൻ്റെ ഒക്കെ ഇത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം 73 ക്വസ്റ്റ്യൻ ഒന്നുമില്ല കേട്ടോ, 17 ക്വസ്റ്റ്യൻസ് അതിൽ വരുന്നുള്ളൂ. പിന്നെ ഇതിലും കുറച്ചേ വരുന്നുള്ളൂ. അത് ഞാൻ ഓൾറെഡി D&F ബ്ലോക്സ് ഞങ്ങൾക്ക് ഇന്ന എക്സാം ആണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച D&F ബ്ലോക്ക് എലമെൻസിൻ്റെ ഒരു എക്സാം കഴിഞ്ഞതാണ്, യൂണിറ്റ് ടെസ്റ്റ്. അപ്പോൾ എനിക്ക് ഒന്നും കൂടി വായിച്ച് നോക്കാനേ ഉള്ളൂ. അതിൻ്റെ നോട്ടിലല്ല ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്, ഞങ്ങൾക്ക് പ്രിൻറ്റഡ് നോട്ടാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഞാൻ പറയുന്നത് ആ വീഡിയോൻ്റെ ഇതിൽ കുറച്ച് സ്പീഡിൽ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ലാഗായിട്ടാണ് പറയുന്നത്, പതുക്കെയാണ് പറയുന്നത്. കാരണം ഞാൻ ഓവർ വോയിസ് കൊടുക്കാമെന്നുള്ളൊരു ഇതിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് സ്പീഡാക്കിയിട്ടതാണ്. അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ D&F ബ്ലോക്സ് എലമെൻസിൻ്റെതാണ് ഞാൻ പഠിക്കാനിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാനുള്ളൂ. ബട്ട് ഞങ്ങൾക്കത് നോട്ടായിട്ടല്ല തന്നത്, പ്രിൻറ്റഡ് നോട്ട് ആയിട്ടാണ് കേട്ടോ തന്നത്. സാർ ആ ഒരു ടൈമും കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സമയം ആ ഒരു ചാപ്റ്റർ പറഞ്ഞു തരാനെടുത്തു, ഓരോ എക്സാമ്പിൾ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നോട്ട് എഴുതണ്ട, തിയറി അല്ലേ, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ പഠിച്ചാൽ മതി. പിന്നെ ആ ഫോർമേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അത് മാത്രമേ വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ D ബ്ലോക്ക് എലമെൻസിനെ പറ്റി പറഞ്ഞു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് D ബ്ലോക്ക് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഓരോ ഫിസിക്കൽ പ്രോപ്പർട്ടീനെയും എക്സാമ്പിൾ വെച്ചിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞു. പിന്നെ ഫോർമേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഫോർമേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ ഒക്കെ പഠിക്കണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ യൂസസ് വരുന്നുണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. പിന്നെ അതിൽ രണ്ടാമതായിട്ട് വരുന്നത് F ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അതിൽ ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ്, അതിൻ്റെ യൂസസ്, പിന്നെ ലാന്തനോയിഡിൻ്റെയും ആക്ടിനോയിഡിൻ്റെയും വ്യത്യാസങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത് ലാന്തനോയിഡിൻ്റെ ആക്ടിനോയിഡിൻ്റെയും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും കഴിഞ്ഞപ്പോൾ ഏകദേശം ടൈം എന്ന് പറയുന്നത് 11:01 ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഉറക്കം വന്നു തുടങ്ങി. ഞാൻ ഇനിയും നേരെ വൈകിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കൂല. സോ ഞാൻ അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് കെമിക്കൽ കൈനറ്റിക്സും കൂടി രാവിലെ എണീച്ച് നോക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒന്നും കൂടി വായിച്ച് നോക്കാനുണ്ട്. അങ്ങനെ അതിപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നിസ്കാരം കൂടി കഴിഞ്ഞിട്ട്
ഞാൻ നേരെ പോയി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗ് എന്ന് പറയുന്നത്. ഇതിൽ കുറേ ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എക്സാം വരുന്നത് മാത്സ് ആണ്. അപ്പോൾ നമുക്ക് മാത്സിൻ്റെ സ്റ്റഡി വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.